Hi everyone, this is Abin from Evica. അങ്ങനെ നമ്മുടെ iOS 16.6ന്റെ ഡെവലപ്പർ ബീറ്റ 1 ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 4.99 GB-ലാണ് എൻ്റെ iPhone 11-ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.6 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 9.6 beta 1 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.5 beta 1 റിലീസ് ചെയ്യുന്നുണ്ട്. HomePodOS ആൻഡ് tvOS 16.6 beta 1ഉം റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ നമുക്കിനി പബ്ലിക് ബീറ്റ മിക്കവാറും നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ടിപ്പിക്കലി ആപ്പിൾ സാറ്റർഡേയ്സും അതേപോലെ സൺഡേയ്സും അപ്ഡേഷൻ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ iOS 16.6ൻ്റെ ബീറ്റ പബ്ലിക് ബീറ്റ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ആദ്യത്തെ കാര്യം പറയേണ്ടത് നമ്മുടെ ബിൽഡ് നമ്പർ എന്നാണ്. അത് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.6 20G5026E എന്ന് നമുക്കൊരു 3-4 ബീറ്റാസ് ഉണ്ടാവും. മിക്കവാറും നമുക്ക് iOS 16.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട്. നമ്മുടെ ആദ്യത്തെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ ഫിസിക്കലായിട്ട് ഒരു പുതിയ മാറ്റങ്ങളും വന്നിട്ടില്ല. ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയാൻ പറ്റുന്നത് ആകെ ഒരേ ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാനും പറ്റില്ല. പക്ഷേ അത് നമുക്കിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് കീ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. iCloudലൊക്കെ നമുക്ക് iMessage കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ സെറ്റിങ്സിൽ കോണ്ടാക്ട് കീ എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് iCloudൻ്റെ ചിഹ്നം കാണിക്കും. അത് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന iCloudൻ്റെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ iCloudൻ്റെ കാര്യം കാണിക്കുമ്പോൾ ആപ്പിൾ നമുക്ക് ഇതിന് സംബന്ധമായിട്ട് ഒരു ന്യൂസ് അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു റിപ്പോർട്ട് ആപ്പിൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. 2023 ജാനുവരിയിൽ ആപ്പിൾ അഡ്വൈസ് യൂസേഴ്സ് സെക്യൂരിറ്റി ആൻഡ് പവർഫുൾ ന്യൂ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. iMessageൽ കോണ്ടാക്ട് കീ വെരിഫിക്കേഷനാണ് ആപ്പിൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഫേർദർ ആയിട്ടുള്ള സൈബർ അറ്റാക്സും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ലോക്ക്ഡൗൺ മോഡ് പോലെ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്ന iCloudൻ്റെ അല്ലെങ്കിൽ iMessageൻ്റെ കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ വരാൻ പോകുന്നത്. പക്ഷേ ആസ് സച്ച് ഇപ്പോഴും ആപ്പിൾ അത് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ഓപ്ഷൻ്റെ ഒരു ചെറിയ പീസ് മാത്രമാണ് നമ്മുടെ ഈ പറയുന്ന സെറ്റിങ്സിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലി കയറി നോക്കാനോ അതേപോലെ കാര്യങ്ങളെടുത്ത് ചെയ്യാനോ പറ്റുന്നതല്ല. പക്ഷേ നമുക്കിതിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ സ്മൂത്ത്നെസ് ആൻഡ് പെർഫോമൻസ് ആണ്. നല്ല സ്മൂത്തായിട്ടാണ് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ വെതർ എടുക്കുകയാണ്. വെതർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ആ ഒരു വെതർ ആപ്പ് കറക്റ്റായിട്ട് ഏറ്റവും വേഗമായിട്ട് നമുക്കവിടെ വന്നിട്ടുണ്ട്. പിന്നീട് വരികയാണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ആപ്പും വേഗമായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതെ ക്യാമറ ആപ്പൊക്കെ കറക്റ്റ് നല്ല സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ടും എനിക്ക് ഡിവൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇനി iOS 16ൽ കുറേ ഫീച്ചേഴ്സ് അതായത് ബഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ പെർഫോമൻസ് അതേപോലെ സ്റ്റെബിലിറ്റി ബാറ്ററി പെർഫോമൻസ് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ആപ്പിളിന് മുൻതൂക്കം കൊടുക്കും. അതുകൊണ്ട് തന്നെ പെർഫോമൻസൊക്കെ നല്ല ഫാസ്റ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ അൺലോക്ക് ചെയ്യുന്ന ഫാസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഡിവൈസ് ഫാസ്റ്റായിട്ട് തന്നെയാണ് അൺലോക്ക് ആവുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്ര ഫാസ്റ്റായിട്ട് എൻ്റെ ഡിവൈസ് അൺലോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട്. ഇനി കുറച്ചും കൂടെ പോകുമ്പോൾ ബഗ്ഗോ കാര്യങ്ങളോ ഞാൻ കണ്ടുപിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആസ് ഓഫ് നൗ എൻ്റെ ഡിവൈസിൽ നല്ല സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോവുകയാണെങ്കിൽ അതായത് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ബീറ്റ കാര്യങ്ങളൊക്കെ അറിയുന്ന ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോയാൽ ആപ്പിൾ അവിടെ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ജനറലായിട്ട്
there are no new release note for this software update എന്ന് മാത്രമാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും ഈ ഒരു അപ്ഡേഷനിൽ എന്തൊക്കെയാണ് ബഗ് ഫിക്സ്, എന്തൊക്കെയാണ് സെക്യൂരിറ്റി പാച്ചസ്, എന്തൊക്കെയാണ് പുതിയ പുതിയ ഫീച്ചേഴ്സ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള കാരണമില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നേരത്തെ വന്ന ആ iMessageൻ്റെ കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ അല്ലാതെ വേറെ ഒരു മാറ്റവും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ വരുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് ആ ഒരു എനിക്കുള്ള ഫീഡ്ബാക്ക്. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ എൻ്റെ ഡിവൈസിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നൊരു ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി. അത്യാവശ്യം നല്ല ഹാർഡ് കോറായിട്ട് എൻ്റെ ഡിവൈസ് പ്രവർത്തിക്കണം ഈ ഒരു ഗെയിം കളിക്കാൻ. ഇൻ്റർനെറ്റ് ബേസ്ഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർനെറ്റ് സ്പീഡും ഈ ഒരു ഗെയിമിൽ ബാധകമാണ്. എന്നാൽ കൂടെ എൻ്റെ ഈ ഡിവൈസിൽ ഗെയിം കളിക്കുമ്പോൾ ആ ഒരു നല്ല FPS ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ്, ആ ഒരു ലേറ്റൻസി ഇല്ലാത്ത ഗെയിമിങ് എല്ലാം കിട്ടണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ആ ഒരു പെർഫോമൻസ് ഡിവൈസിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സ്മൂത്തായിട്ടും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് ഈ ഒരു OS ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ വരുന്നത് 1572 ആണ്, മൾട്ടി കോർ വരുന്നത് 3545 ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഡിവൈസിൽ പെർഫോമൻസ് ബൂസ്റ്റ് ആയിട്ടുണ്ട്. പിന്നീട് ബാറ്ററിയുടെ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്. ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിവൈസിൽ അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് 1, 2, 3 ദിവസങ്ങളൊക്കെ യൂസ് അല്ലെങ്കിൽ കുറച്ച് നാൾ തറവിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡിവൈസിൽ ആ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ ആ ബാറ്ററി പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നേരത്തെ എൻ്റെ iOS 16.5 എൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് ലഭിച്ചു. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 83% തന്നെ ബാറ്ററി പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇനി എൻ്റെ ബാറ്ററി ലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചാർജ് കുത്തും, അതേപോലെ ചാർജിൽ നിന്ന് എടുക്കും. എൻ്റെ യൂസേജ് എനിക്ക് ആ ഒരു ഡിവൈസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊട്ടൻഷ്യലേക്ക് ഞാൻ പുഷ് ചെയ്യാറുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 4 hours 41 minutes ആണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1 hour ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഈ ഒരു ആപ്സിൻ്റെ യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമാണ് ഏറ്റവും കൂടുതലും എൻ്റെ ഡിവൈസിന് ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ് ഉണ്ട്, അതേപോലെ ടെലിഗ്രാം, പിന്നെയാണ് സോഷ്യൽ മീഡിയാസ് എല്ലാം വരുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് ഗെയിംസാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഹാർഡ് കോറായിട്ട് എൻ്റെ ഈ ഡിവൈസിൽ ഗെയിം കളിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ ഇപ്പോഴും എനിക്ക് നല്ല രീതിക്ക് പെർഫോമൻസും ബാറ്ററിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയും ലഭിക്കുന്നുണ്ട്. തേർമൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസിൽ ഇത്രയും നേരമായിട്ടും എനിക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഗീക്ക് ബെഞ്ച് സ്കോർ റൺ ചെയ്യാൻ നേരം, അതായത് നമുക്കറിയാം ഗീക്ക് ബെഞ്ച് സ്കോർ റൺ ചെയ്യാൻ നേരം നമ്മുടെ ഡിവൈസിൻ്റെ ഫുൾ പ്രോസസ്സറും അത് കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ഫുൾ പ്രോസസ്സറും അത് റൺ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഡിവൈസ് ചെറുതായിട്ടും ചൂടാവും. അല്ലാത്ത പക്ഷം എൻ്റെ ഡിവൈസിൽ വേറൊരു ചൂടോ കാര്യങ്ങളോ ഇത്രയും നേരമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ബാറിലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ iOS 16.5 കുറച്ച് പേർക്ക് കോൾ ഡ്രോപ്പ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നവർ നമ്മുടെ സെറ്റിങ്സിൽ പോവുക, അവിടെ ജനറൽ കുറച്ച് താഴത്തേക്ക് പോകുമ്പോൾ ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് ഐഫോൺ എന്നുണ്ടാവും. ഇവിടെ റീസെറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് മാത്രമായിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. ചില കൂട്ടർക്ക് ഈ ഒരു നെറ്റ്വർക്ക് മാത്രം റീസെറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം എല്ലാവർക്കും മാറണം, എല്ലാവർക്കും വരണം എന്നില്ല. ചിലവർക്ക് മാത്രമാണ് ആ ഒരു ബഗ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന iOS 16.6 പുതിയ ബീറ്റ എന്നായിരിക്കും വരുന്നതെന്ന് വെച്ചാൽ ഇനി ആപ്പിൾ അടുത്തൊരു വീക്കിലായിരിക്കും പുതിയ അപ്ഡേറ്റ് കൊടുക്കാൻ ചാൻസ് ഉള്ളത്. കാരണം നമ്മുടെ ജൂൺ 5 WWDC 2023. ആ ഒരു ദിവസം നമുക്ക് iOS 17 പുതിയൊരു ബീറ്റ ഡെവലപ്പേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ദിവസം തന്നെയായിരിക്കും iOS 16.6 ഒഫീഷ്യൽ റിലീസ് പബ്ലിക്കലിയും റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ iOS 16.6 അപ്ഡേഷൻ 6th വരാൻ ചാൻസ് ഉണ്ട്. കാരണം ട്യൂസ്ഡേ ആയതുകൊണ്ട് അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻസ് എല്ലാം നമുക്കിനി കിട്ടാൻ പോകുന്നത് ജൂണിലായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ OSൻ്റെയും പ്രഡിക്ഷൻസ് വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.6 ഈ പറഞ്ഞ ബീറ്റ 1 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക,
എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ടെലിഗ്രാം മെമ്പർ ആകുകയും ചെയ്യാം. ആപ്പിൾ എഴുതുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Abin.